ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുജാതാസ് കുക്കിംഗ് മാജിക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്, ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 മിൽക്ക് ഷേക്ക്സ് കാണിച്ചാലോ എന്ന്. ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒന്ന് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും ഒന്ന് ക്യാരറ്റ് മിൽക്ക് ഷേക്കും. ക്യാരറ്റ് മിൽക്ക് ഷേക്കിന് ഞാൻ ക്യാരറ്റ് ഇവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ബദാമും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പൂവൻ പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 പൂവൻ പഴം ഇവിടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് ഇത്. ഇപ്പോൾ വേനൽക്കാലത്ത് എല്ലാവരും ഭയങ്കര ചൂട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരു തണുത്ത ഡ്രിങ്ക് കിട്ടിയാൽ ആർക്കും കുടിക്കാവുന്ന ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഇതിലേക്ക് ഒരു 5-6 ബദാമും അതുപോലെ 5-6 അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ടും, ഇത് കുറച്ച് സമയം ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഞാൻ നേരത്തെ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്, കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതുപോലെ ഐസ് ക്യൂബ്സും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ഡേറ്റ്സ് ചേർക്കാം, അതുപോലെ തന്നെ ഹണിയും ചേർക്കാം, തേനും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടും ഇതിന് കാര്യമായിട്ട് മധുരമൊന്നും ഉണ്ടായിട്ടില്ല, ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ മിക്സിയിലിട്ട് ഇത് അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് ക്യാരറ്റ് ഓൾറെഡി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു പച്ചമണം സ്വാദ് പോയി കിട്ടാനാണ് ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്തത്. ഇതിലേക്ക് ബാക്കി വന്ന കാഷ്യൂനട്ടും ബദാമും കൂടി തൊലി കളഞ്ഞ് 1 മണിക്കൂർ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ച പാല്. ഇത് ഏകദേശം 1 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ക്യാരറ്റ് മിൽക്ക് ഷേക്കിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയ്ക്ക് പകരം ഡേറ്റ്സോ ഹണിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെയും ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്കുമ്പോൾ ഐസിങ്ങനെ കുറച്ച് കട്ടയായി കടിക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്കും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് നമുക്ക് ബദാം വെച്ചിട്ടും ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ചോക്ലേറ്റ് വെച്ചും നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഓൾറെഡി ചോക്ലേറ്റ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഗാർണിഷ് ചെയ്തു. അതുപോലെ നമുക്ക് ബദാമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെച്ച് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ റെസിപ്പി അറിയായിരിക്കും, എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.